ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യകർമ്മ സാഹിത്യ ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയ എപ്പിസോഡുമായി നമ്മൾ വീണ്ടും സന്ധിക്കുകയാണ്. വിപണിയിൽ പുതിയ റാലിയുടെ സൂചന കാണുന്നുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പുതിയ റാലി അതിനുള്ള തുടക്കമായിട്ടുണ്ടോ? കഴിഞ്ഞ 4-5 മാസങ്ങളായി വിപണി തളർന്നു കിടക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. എന്ന് മാത്രമല്ല, പലരുടെയും പോർട്ട്ഫോളിയോ നഷ്ടത്തിലുമായിരിക്കും. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ലാഭത്തിലുണ്ടായിരുന്ന അസറ്റ് വിദേശ കമ്പനികൾ ലാഭമെടുത്ത് ഒഴിഞ്ഞു എന്നുള്ളതാണെന്ന് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ കമ്പനികളെല്ലാം തന്നെ ഓവർ വാല്യൂവിലായിരുന്നു എന്ന് പല പഠനങ്ങളും വന്നു. പ്രസ്തുത സാഹചര്യത്തിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നൊഴിഞ്ഞ് ചൈന പോലുള്ള പുതിയ ലാവണങ്ങൾ തേടിപ്പോയി. മാർക്കറ്റ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അതിൻ്റെ സെൽ ഓഫ് മോഡ് തന്നെ തുടരുകയായിരുന്നു. പല കമ്പനികളും 30-40% നഷ്ടം ഉണ്ടാക്കി. അതിന് ഉദാഹരണമാണ് ഇൻഡസ് ബാങ്ക്, ഇൻഡസ് ടവർ മുതലായവ. ഇവ മാത്രമല്ല, മറ്റു പല കമ്പനികളും. നമ്മൾ ആദ്യമേ പറയട്ടെ, ഏതെങ്കിലും ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെയുള്ള നിർദ്ദേശമല്ല, അതല്ലെങ്കിൽ റെക്കമെൻഡേഷനല്ല. നമ്മുടെ കുറേ കാലത്തെ 10-20 വർഷത്തിലധികമായിട്ടുള്ള റിസർച്ചുകളും കാര്യങ്ങളും വിവിധ പ്രമുഖ ബ്രോക്കറേജ് സിറോദ, ICICI ഡയറക്ടറേറ്റുള്ള ബന്ധപ്പെട്ടുള്ള റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ നമുക്ക് 4-5 NSEയുടെ 4-5 സർട്ടിഫിക്കറ്റുകൾ, ചാർട്ട് അനലൈസിങ്, ടെക്നിക്കൽ അനലൈസിങ്ങിലെ 4-5 സർട്ടിഫിക്കറ്റിലൊക്കെ നേടിയിട്ടുണ്ട് കുറേ കാലങ്ങൾ കൊണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു നിരീക്ഷണമാണ്, പഠനാർത്ഥമുള്ള വീഡിയോ ആണ്. ഏതെങ്കിലും ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാനല്ല. അപ്പോൾ ഇതിൽ പറയുന്ന കമ്പനികൾ നിങ്ങൾ വാങ്ങണമെന്നില്ല, അത് വിൽക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ട് അത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ടാവും. അത് നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഈ കാലയളവിൽ കുറേ കമ്പനികൾ നഷ്ടമുണ്ടാക്കി. അതുപോലെ തന്നെ ആ സാഹചര്യത്തിൽ പിടിച്ചു നിന്ന കമ്പനികളാണ് ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഹോൾഡിംഗ്. ഇവയിലൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല തുടങ്ങിയ കമ്പനികളാണ്. വളരെ കുറഞ്ഞ നഷ്ടം കണക്കാക്കിയ കമ്പനികളിലൊന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അത് വലിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റേബിൾ നിലനിർത്തിക്കൊണ്ടൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ലാഭം നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല. ഇൻവെസ്റ്റേഴ്സിന് അത് വലിയ ലാഭം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലരും മിഡ് ടൈപ്പ് കമ്പനികളിലേക്ക് പോകുന്നത്, മിഡ് ക്യാപ്പ് കമ്പനികളിലേക്ക് പോകുന്നത്. എന്നിരുന്നാലും നിക്ഷേപകർ ക്ഷമയോടെ കാത്തിരുന്നു. ഇതിന് നഷ്ടം ഉണ്ടായപ്പോഴും പലരും ക്ഷമയോടെ തന്നെ കാത്തിരുന്നിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു വിശ്വാസമാണത്. നല്ല സ്റ്റോക്കുകൾ കൈവശമുള്ള പലരും വിറ്റൊഴിയാതെ ചെറിയ തോതിലെങ്കിലും അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷകൾ കൈവിടാതെ തന്നെ കാത്തിരിക്കുകയാണെന്ന് ഷാർജയിൽ ജോലി ചെയ്യുന്ന സുഹൈൽ അബ്ദുറസാഖ് പറയുന്നു. അമേരിക്കയിൽ ഫെഡ് റിസർവ് അതിൻ്റെ പലിശ നിരക്ക് കുറക്കുമെന്നുള്ള സൂചന ലോക മാർക്കറ്റുകൾക്ക് തന്നെ തുണയായിട്ടുണ്ട്. ഈ വർഷം 2 തവണയെങ്കിലും നിരക്ക് കുറക്കുമെന്നാണ് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് വ്യക്തമാക്കിയത്. നിലവിൽ മാറ്റമില്ലാതെ തുടരുകയും ചെയ്തിട്ടുണ്ട്. ഇത് വിപണിക്ക് വലിയൊരു തുണയായിട്ടുണ്ട്. വാൾസ്ട്രീറ്റിൻ്റെ ആ ഒരു ചെറിയ റാലി ഇത് മൊത്തം മാർക്കറ്റിന് ഒരു ഗുണകരമായിട്ടുണ്ട്. ഈ വർഷം തന്നെ 2 തവണയെങ്കിലും നിരക്ക് കുറക്കുമെന്നാണ് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് വ്യക്തമാക്കിയത്. നിലവിലുള്ള അത് മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുമെന്ന് പറയുന്നു. കഴിഞ്ഞ ബുധനാഴ്ച, അതായത് 19 മാർച്ച് 2025 നസ്ഡാക്ക് 1.41% മുന്നേറ്റം നടത്തി. S&P 500 ഇൻഡെക്സ് ആകട്ടെ 1.8%, സെൻസസ് ആകട്ടെ 900 പോയിൻറ്റും ഉയർന്നു. നിഫ്റ്റി കഴിഞ്ഞ ക്ലോസിംഗ് ദിവസമായ വെള്ളിയാഴ്ച 21 മാർച്ച് 23,350 വ്യാപാരം അവസാനിപ്പിച്ചത്. വിദേശ നിക്ഷേപകരുടെ വാങ്ങൽ താൽപ്പര്യവും ഇതിൽ പ്രധാന ഘടകമാണ്. മാർക്കറ്റിലുണ്ടാകുന്ന കറക്ഷൻ ഓവർ വാല്യൂവിൽ നിന്ന് പല സ്റ്റോക്കുകളും ഏതാണ്ട് നോർമൽ വാല്യൂവിലേക്ക് അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കൂടുന്നത്. വിദഗ്ധരുടെ ഒരു നിഗമനം അങ്ങനെയാണുള്ളത്. ഇത് മാർക്കറ്റിൽ ഏതാനും ദിവസങ്ങളായി ചെറിയ റാലിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്.
പ്രമുഖ ട്രാക്ടർ കമ്പനിയായ എസ്കോർട്ട് കുബോട്ട, റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഒബറോയ് ഹോട്ടൽസ്, ചോളമണ്ഡലം ഹോൾഡിങ്സ് എന്നുവേണ്ട IT കമ്പനികൾ അടക്കം പല പ്രമുഖ കമ്പനികളും ഈ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാനാകില്ല. ഇന്ത്യയുടെ GDP ഡിസംബർ പാദത്തിൽ 6.2% ഉയർന്നു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള റീറ്റെയിൽ പണപ്പെരുപ്പം ജനുവരിയിലെ 4.2% നിന്ന് 3.61% കുറഞ്ഞതും അനുകൂല ഘടകമാണ്. വ്യാവസായിക ഉൽപ്പാദക സൂചിക IIP മുൻ മാസത്തെ 3.2% നിന്ന് ജനുവരിയിൽ 5% വർദ്ധിച്ചതും അനുകൂല ഘടകമാണ്. പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്കും അതിൻ്റെ ഏപ്രിൽ മാസത്തെ യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പനികളുടെ റിസൾട്ട് വരാനിരിക്കുന്നുണ്ട്. സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ ഫലം പുറത്തു വന്നു തുടങ്ങും. ഇത് ഒരു അനുകൂലമായ ഒരു ഘടകം തന്നെയാണ്. കാരണം മാർക്കറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എപ്പോഴും കമ്പനികൾ ഒരു വളർച്ച കാണിക്കാറുണ്ട്. ആളുകൾ അതിലെടുക്കുന്ന താല്പര്യം തന്നെയാണ് കമ്പനികളുടെ പ്രതീക്ഷ. കഴിഞ്ഞ പാദങ്ങളിലെ ദുർബല സാഹചര്യം മറികടക്കുമെന്നാണ് കണക്കുകൂടുന്നത്. അടുത്ത ഒരു വർഷത്തിനിടെ 12-14% വരെ കമ്പനികൾ വളർച്ച നേടിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അനുകൂലമായ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങിയാൽ ചെറിയ തോതിലെങ്കിലും റാലി പ്രതീക്ഷിക്കാം. ഈ അവസരം കാത്ത് നിക്ഷേപമിറക്കാനിരിക്കുന്ന ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. വ്യക്തിഗത നിക്ഷേപകരും നന്നായി തന്നെ പങ്കെടുക്കാനാണ് സാധ്യത. കഴിഞ്ഞ മാസത്തെ ഡോളർ സൂചിക അതിൻ്റെ താഴ്ന്ന നിലവാരത്തിലെത്തി നിൽക്കുകയാണ്. കൂടാതെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമായതോടെ കയറ്റുമതിക്കാർ ഡോളർ വിറ്റഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. കാരണം സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാകുന്നതോടെ ഇവർ കയറ്റുമതി ബിസിനസ്സുകൾ, പ്രത്യേകിച്ചും IT അതുപോലെ തന്നെ മറ്റ് പല സാധനങ്ങളും പ്രോഡക്റ്റുകളും എല്ലാം കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കയറ്റുമതിക്കാരെല്ലാം കൂടി അവർ ഡോളർ വിറ്റഴിക്കും. അത് ഇയർ എൻഡിങ്ങിലാണ് അത് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഈ രൂപയുടെ ഇതിനൊരു കരുത്തായിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ ഡോളറിനെതിരെയുള്ള വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു റാലി വീണ്ടും വന്നാൽ തന്നെയും അത് അത്ര ശക്തമാകണമെന്നില്ല. പക്ഷേ വിപണിയിൽ ഉണർവ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഗോൾഡ്, സിൽവർ, നിഫ്റ്റി തുടങ്ങി ETF-കളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നന്നാകും. സ്വർണം ഇപ്പോൾ ഏറ്റവും കൂടിയ നിലവാരത്തിൽ ആകയാൽ കുറയുന്ന മുറക്കനുസരിച്ച് മാത്രം ബൈ ഓൺ ഡിപ്പ് അടിസ്ഥാനത്തിൽ വാങ്ങിക്കുന്നത് നന്നായിരിക്കും. ഒരു ദിവസം മാത്രം ഇപ്പോൾ ഒരു ദിവസത്തെ മാത്രം തന്നെ ഇപ്പോൾ നല്ല വേരിയേഷൻ കാണിക്കുന്നുണ്ട് ഗോൾഡ് ETF-ഒക്കെ. നേരത്തെ അത്ര വേരിയേഷൻസ് ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ട്രേഡ് അതിൻ്റെ മുകളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അത്ര വേരിയേഷൻ നടക്കുന്നത്. ദിവസത്തെ കുറഞ്ഞ നിലവാരം ഏകദേശം സെറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് വെക്കുന്നത് നന്നാവും. അത് അങ്ങനെ ഓർഡർ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. നമുക്ക് സാധാരണ ഒരു സെറ്റിംഗ് എല്ലാ ബ്രോക്കേഴ്സും തരുന്നുണ്ട്. പിന്നെ GTT ഉണ്ട്. ഇതെല്ലാം ഇതിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കിട്ടും. GTT ആകുമ്പോൾ നമുക്ക് കൂടുതൽ ദിവസത്തേക്ക് ഉള്ളത് അങ്ങനെ സെറ്റ് ചെയ്യാം. സംശയമുള്ളവർക്ക് ഇൻബോക്സിൽ വന്ന് ചോദിക്കാം. മലയാളികൾക്കിടയിൽ, പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ സമ്പാദ്യശീലം കുറഞ്ഞു വരികയാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇത് ഒരു സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുമല്ലോ. ഇത് വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റും എല്ലാം ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. സ്റ്റേ ഇൻവെസ്റ്റഡ്. ഞാൻ പുണ്യവർമ്മ സൈനുദ്ദീൻ, സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.